ഈ തടവുകാരനെ അല്പസമയത്തിനകം തൂക്കിലേറ്റാൻ പോകുകയായിരുന്നു. ജയിൽ ഗാർഡുകൾ മൈക്കിന്റെ കഴുത്തിലെ കോളർ നീക്കം ചെയ്ത് അവനെ ഗില്ലറ്റിനിലേക്ക് കൊണ്ടുപോയി. പക്ഷേ മൈക്ക് ഒരു ഭയവുമില്ലാതെ അവിടെ നിൽക്കുന്നത് കണ്ട് എല്ലാവരും ഞെട്ടി. അവന്റെ വിചിത്രമായ പെരുമാറ്റം കണ്ട് ജോണിന് എന്തോ കുഴപ്പമുണ്ടെന്ന് സംശയം തോന്നി. മൈക്കിന്റെ വീട്ടിൽ നിന്ന് മനുഷ്യന്റെ മുഖംമൂടികൾ, ഹ്യൂമൻ ഫേസ് മാസ്ക് കണ്ടെത്തിയ കാര്യം അവൻ ഓർത്തു. ഈ ചിന്തയിൽ അവൻ ഭയന്നു. ഉടൻ തന്നെ തൂക്കിലേറ്റുന്നത് നിർത്താൻ വേണ്ടി ഓടി. ഇനി അല്പം പിന്നോട്ട് പോകാം. കോടതി മുറിയിൽ മേരി ഇടയ്ക്കിടെ അവളുടെ വിരൽ കൊണ്ട് കവിളിൽ തട്ടുന്നുണ്ടായിരുന്നു. വാസ്തവത്തിൽ അവൾ കോട്സ് വഴി മൈക്കുമായി സംസാരിക്കുകയായിരുന്നു. പുറമേ ശാന്തനും നിർജീവനുമായി കാണപ്പെട്ട മൈക്ക് തന്റെ കണ്ണിമ വെട്ടലിലൂടെ മറുപടി നൽകുകയായിരുന്നു. മേരി ഒരു പേനയെടുത്ത് മൈക്കിന്റെ സന്ദേശം എഴുതാൻ തുടങ്ങി. അവർ രണ്ടുപേരുടെയും സംസാരം കഴിഞ്ഞ ഉടൻ ജഡ്ജി മൈക്കിന് വധശിക്ഷ വിധിച്ചു. ജനക്കൂട്ടം ആർത്തുലസിച്ചു. പക്ഷേ അതേസമയം മേരിയുടെ മുഖത്ത് ഒരു പുഞ്ചിരി വിരിഞ്ഞു. മൈക്ക് പൂർണ്ണമായും ശാന്തനായിരുന്നു. കാരണം അവനും മേരിയും നേരത്തെ തന്നെ ഒരു പദ്ധതി തയ്യാറാക്കിയിരുന്നു. മേരി ഒരു വിജനമായ തെരുവിലേക്ക് പോയി. അവിടെ അവൾ മൂന്നാമത്തെ ഇഷ്ടികാമർത്തി ഒരു രഹസ്യ കല്ലുവാതിൽ തുറന്നു. അതിനുള്ളിൽ മൈക്കിന്റെ സ്പോർട്സ് കാർ ഒളിപ്പിച്ചിരുന്നു. മേരി കാർ ഓടിച്ച് 37 കിലോമീറ്റർ അകലെയുള്ള ഒരു മലയിടുക്കിലേക്ക് മൌണ്ടൻ പാസിലേക്ക് പോയി. അവിടെ അവൾ മൈക്ക് ഉപേക്ഷിച്ച കോട്ട് ധരിച്ചപ്പോൾ ഒരു സേഫ് തുറന്നു. അതിൽ നിറയെ പണവും ചില നിഗൂഢ മരുന്നുകൾ, മിസ്റ്റീരിയസ് മരുന്നുകളും ഉണ്ടായിരുന്നു. മേരി ചുവപ്പും മഞ്ഞയും ഗുളികകളെടുത്ത് പ്ലാൻ അനുസരിച്ച് സിറ്റിയിലെ പ്രധാന ഓഫീസിലെത്തി. അവിടെ അതിമനോഹരമായ വേഷം ധരിച്ച ശേഷം നീതിന്യായ മന്ത്രിയുമായി മിനിസ്റ്റർ ഓഫ് ജസ്റ്റിസ് കൂടിക്കാഴ്ച നടത്തി. അയാൾ അവളുടെ സൗന്ദര്യത്തിൽ നേരത്തെ തന്നെ മതിപ്പ് തോന്നിയവനായിരുന്നു. മന്ത്രി അവളുടെ വാക്കുകളിൽ മുഴുകി അവൾ പറയുന്നത് എന്തും ചെയ്യാമെന്ന് പറഞ്ഞു. മേരി പതുക്കെ അവന്റെ ചെവിയിൽ എന്തോ പറഞ്ഞു. അയാൾ ഉടൻ തന്നെ സമ്മതിച്ചു. മേശപ്പുറത്തൊരു പത്രം കിടക്കുന്നുണ്ടായിരുന്നു. തലക്കെട്ട് ഇങ്ങനെയായിരുന്നു: പിശാച് മൈക്കിനെ നാളെ തൂക്കിലേറ്റാം. മേരി പറഞ്ഞു, എല്ലാവരും പിശാചെന്ന് വിളിക്കുന്ന ആ മനുഷ്യനെ എനിക്ക് കാണണം. ആദ്യം മന്ത്രി അല്പം മടിച്ചു. പക്ഷെ ഒരു വ്യവസ്ഥയിൽ സമ്മതം മൂളി. താനും കൂടെ വരും. രാത്രിയിൽ ഇരുവരും ജയിലിലെത്തി. ചോദ്യം ചെയ്യലിന്റെ ഇന്ററോഗേഷന്റെ പേരിൽ ജയിലർ ജോൺ അവരെ അകത്തേക്ക് പ്രവേശിപ്പിച്ചു. ജോൺ പറഞ്ഞു, മൈക്ക് ഒന്നും പറഞ്ഞിട്ടില്ല. അറസ്റ്റ് ചെയ്തതു മുതൽ അവനൊരു വികാരവും പ്രകടിപ്പിച്ചിട്ടില്ല. വാതിലടച്ച ഉടൻ മേരി മന്ത്രിക്ക് ഒരു ഇഞ്ചക്ഷൻ നൽകി. അതോടെ അയാൾക്ക് ബോധം നഷ്ടപ്പെട്ടു. തുടർന്ന് മേരി ഒരു ക്ലാമ്പ് എടുത്ത് മന്ത്രിയുടെ മുഖത്ത് മൈക്കിന്റെ മുഖത്തിന് സമാനമായ മാസ്ക് ധരിപ്പിച്ചു. ഇപ്പോൾ അവൾ പുറത്തിറങ്ങി. പക്ഷെ അവളുടെ കൂടെ പുറത്തു വന്നത് യഥാർത്ഥ മൈക്കായിരുന്നു. പിന്നീട് മൈക്ക് തക്കം നോക്കി മന്ത്രിയുടെ ഓഫീസിൽ അതിക്രമിച്ചു കയറി. അഴിമതിയിലൂടെ സമ്പാദിച്ച പണമെടുക്കാനാണ് അവൻ അവിടെ എത്തിയത്. അവൻ പുറത്തു വരാൻ തുടങ്ങിയപ്പോൾ മന്ത്രിയുടെ സെക്രട്ടറിയെ ഇൻസ്പെക്ടർ വിളിച്ചു. അദ്ദേഹം പറഞ്ഞു, മൈക്ക് മന്ത്രിയുടെ ഐഡന്റിറ്റി എടുത്തിരിക്കുന്നു. അവനെ അറസ്റ്റ് ചെയ്യുക. പക്ഷേ സെക്രട്ടറി ഇതൊരു തട്ടിപ്പ് കോളാണെന്ന് കരുതി ദേഷ്യത്തോടെ ഫോൺ കട്ട് ചെയ്തു. മൈക്ക് ഇതെല്ലാം കേട്ടു. പെട്ടെന്ന് ഓടി രക്ഷപ്പെട്ടു. അവനെ പിടിക്കാൻ വന്ന പോലീസുകാരുടെ കൺമുൻപിലൂടെ അവൻ കടന്നുപോയി. അല്പസമയത്തിന് ശേഷം അവൻ മേരിയുടെ കാറിൽ കയറി. ഇരുവരും അവിടെ നിന്ന് രക്ഷപ്പെട്ടു.